ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. അഹമ്മദാബാദിൽ ഇന്നുണ്ടായ ഫ്ലൈറ്റ് അപകടം യഥാർത്ഥത്തിൽ നമ്മുടെ വ്യോമ മേഖലയിലെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള പല ചോദ്യങ്ങളുമാണ് ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ളൊരു എയർലൈനാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം, ദാരുണമായിട്ടുള്ള, രാജ്യം തന്നെ നടുങ്ങിയ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇത്തരത്തിലും ആധുനികരമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു എയർലൈൻ ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ശരിക്കും ആദ്യമേ തന്നെ ഈ ഒരു ദുരന്തത്തിൽ നമുക്ക് എല്ലാവരുടെയും ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. തീർച്ചയായും. അതുപോലെ തന്നെ ഈ രാജ്യം മുഴുവൻ തന്നെ ഈ ഒരു അവസരത്തിൽ അതീവ ദുഃഖം ആചരിക്കുകയാണ്. വിലപ്പെട്ട 240-ലധികം ജീവനുകൾ ആണ് നഷ്ടപ്പെട്ടതെന്നാണ് ഊഹിക്കുന്നത്. കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. യാത്രക്കാരുടെ എണ്ണം മാത്രമേ നമുക്കറിയൂ. എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, ആ സംഭവ സ്ഥലത്ത് നിന്നും റിക്കവർ ചെയ്യുന്ന കൂട്ടത്തിൽ എത്ര പേരുടെ ശരീരങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, എത്ര പേർ ജീവൻ വീണ്ടെടുക്കും ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് ശേഷം, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ഈ ഒരു അവസരത്തിൽ ഗൗതം പറഞ്ഞതുപോലെ ഒരേ സമയം നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോഴും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെങ്കിൽ ദുരന്തത്തിന്റെ കാരണങ്ങളിലേക്ക് കൃത്യമായ വെളിച്ചം വീശുകയും ചെയ്യണം. അപ്പോൾ സത്യസന്ധമായിട്ട് ഈ ദുരന്തം ഉണ്ടായതിന്റെ കാരണങ്ങൾ എന്താണെന്ന് സർക്കാരും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഒക്കെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. പലപ്പോഴും ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വിദേശത്തെ ഏവിയേഷൻ ബീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് അതായത് യാത്രാ വിമാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ബീറ്റുകൾ, എയർപോർട്ടുകളെ കുറിച്ചും ഞാൻ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഭവം, ലോകമെമ്പാടും നടക്കുന്ന ഈ വിമാനാപകടങ്ങളിൽ പലപ്പോഴും സത്യമല്ല പുറത്തു വരുന്നത്. അതിന്റെ കാരണം ഇതൊരു വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ പലപ്പോഴും സത്യം മൂടി വെക്കുകയും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം PR ഏജൻസികൾ വഴി പ്രസ് റിലീസുകളായി പുറത്തു വരികയും ചെയ്തത് പഴയ കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. ഇവിടെ പ്രാഥമികമായിട്ട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാൻ വയ്യ, അതൊക്കെ വിദഗ്ധർ പറയട്ടെ. പക്ഷെ ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ പ്രൈമ ഫേസി പല ദേശീയ ചാനലുകളിലും വിദഗ്ധർ പറയുന്നത്, അല്ലെങ്കിൽ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത് ബേർഡ് ഹിറ്റ് ആയിരിക്കും, ബേർഡ് ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുളിക കഴിക്കുന്ന പോലെ അകത്തേക്ക് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബേർഡ് ഇഞ്ചക്ഷൻ ആണ് ഈ അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രി വിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെ ഈ വിമാനത്തിന് ഇതൊരു വൈഡ് ബോഡീഡ് എയർക്രാഫ്റ്റ് എന്ന് പറയും. ഈ വൈഡ് ബോഡീഡ് എയർക്രാഫ്റ്റ്, ഇപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഞാനൊരു കാര്യം പറയാം, ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വിമാനത്തിൽ കയറുമ്പോൾ 2 നിര സീറ്റുകളാണല്ലോ, നടുക്കൂടൊരു ഇടനാഴി. വൈഡ് ബോഡീഡ് എയർക്രാഫ്റ്റിൽ 3 നിര സീറ്റുകളാണ്, 2 ഇടനാഴികളാണ്. അതിൽ കയറിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ വിമാനത്തിൽ ഏതാണ്ട് 350-നും 400-നും ഇടയ്ക്ക് ആൾക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ബോയിങ് 787 ഡ്രീം ലൈനർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതിലേക്ക് അതോ 250-നും 300-നും ഇടയ്ക്ക്, ക്ഷമിക്കണം, അപ്പൊ ആ 300ഓളം യാത്രക്കാരെ പരമാവധി വഹിക്കാൻ കഴിയുന്ന ഒരു വലിയ വിമാനമാണ്. അതിൽ കൂടുതൽ വഹിക്കാൻ കഴിയുന്ന വൈഡ് ബോഡീഡ് എയർക്രാഫ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ബേർഡ് ഹിറ്റ് ആയിരിക്കണം ഇതിന്റെ കാരണം എന്നാണ് പ്രാഥമികമായിട്ട് പല വിദഗ്ധരും പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്നാമത്തെ കാരണം, ഞാനത് പറയാൻ കാരണം, നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഇത് ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ ആദ്യത്തെ അപകടമാണ് എന്നാണ്. തെറ്റാണ്.
ആദ്യത്തെ അപകടമല്ല. ആദ്യത്തെ ഇതുപോലെ വലിയ തോതിൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള അപകടമാണ് എന്നുള്ളതാണ് ശരി. അപകടങ്ങൾ 2013 ഈ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ പിന്നെ ലീത്തിയം അയോൺ ബാറ്ററികൾ കത്തിയിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു അപകടം രേഖപ്പെടുത്തുന്നത് ജപ്പാനിൽ നിന്നുള്ള എയർലൈൻസിലാണ്. അത് പേര് ഞാൻ കൃത്യമായിട്ട് ആ ജാപ്പനീസ് എയർലൈൻസിന്റെ പേര് മറന്നുപോയി. പിന്നീട് മറ്റൊരു അമേരിക്കൻ വിമാന കമ്പനിക്കും ഇതേ ദുര്യോഗമുണ്ടായി. അപ്പോൾ 2013 അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ലോകമെമ്പാടുമുള്ള ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് അതിനി അമേരിക്കയുടെ FAAയുടെ സർട്ടിഫിക്കേഷൻ കഴിയുന്നത് വരെ ആ വിമാനം പറത്തണ്ട എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. അപ്പോ ഈ വിമാനത്തിന് അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ അടിച്ച് നോക്കിയാൽ ഈ അപകടം, അതായത് ബോയിങ് 787 ഡ്രീം ലൈനർ പിന്നെ ലീത്തിയം അയോൺ ബാറ്ററി ഫയർ എന്നുള്ള കീവേഡ് അടിച്ചു നോക്കിയാൽ ആർക്കും ഈ അപകടം കുറിച്ചുള്ള വാർത്തകൾ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇത് അപ്പോൾ തന്നെ ഈ ആദ്യം പറഞ്ഞ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അത്ര വസ്തുതയില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. പിന്നെ അടുത്തത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ബോയിങ് വിമാന കമ്പനിയുടെ പല വിമാനങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് സുരക്ഷയുടെ കാര്യത്തിൽ പിറകിലാണ് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോയെങ്കിലും സത്യം നമ്മൾ കണ്ണടച്ചതുകൊണ്ട് ഇല്ലാതാവില്ലല്ലോ. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചെന്ന് വിചാരിച്ച് ലോകം മുഴുവൻ ഇരുട്ടാവില്ല, പൂച്ചയ്ക്ക് മാത്രമേ ഇരുട്ടുള്ളൂ. ഈ ഒരു വസ്തുത ഇതും പിന്നെ പബ്ലിക് ഡൊമൈനിലെല്ലാം ഉള്ളതാണ്. ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പൊ ഞാനായിട്ട് കള്ളം പറയുകയാണെന്ന് ആരെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാര് പറഞ്ഞു വരുത്തണ്ട എന്ന് കരുതിയാണ് ഞാൻ ആദ്യമേ പറയുന്നത്. കാരണം വിമാന കമ്പനികളെ കുറിച്ചൊക്കെയുള്ള സത്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും അവർ 100 കള്ളങ്ങളുമായിട്ട് നമ്മളുടെ സത്യത്തെ നേരിടാനായിട്ട് വരും. കാരണം ഈ ബോയിങ് 787 വിമാനം എന്ന് പറയുന്നത്, അത് നിർമ്മിക്കാൻ ഉണ്ടായ ചെലവെന്ന് പറയുന്നത് 32 ബില്യൺ, മില്യൺ അല്ല ബില്യൺ $. അപ്പോ അത്രയും ചെലവഴിച്ചുണ്ടാക്കിയ ഒരു വിമാനം അത് സുരക്ഷിതമല്ല എന്ന് ലോകത്തെ ഏതൊരു കോണിലും ഏതൊരു ഭാഷയിൽ ആര് പറഞ്ഞാലും അവരതിനെ എതിർക്കും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, ഈ വസ്തുതകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് 2018-നും 20-നും ഇടയ്ക്ക് ബോയിങ് വിമാനങ്ങൾ ഉൾപ്പെടുന്ന നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് 737 മാക്സ് എന്ന് പറയുന്ന ബോയിങ് വിമാനം അത് പൂർണ്ണമായിട്ട് ഗ്രൗണ്ട് ചെയ്തിരുന്നു. അത് ആ വർഷങ്ങളിൽ മാത്രമല്ല, ഗ്രൗണ്ട് ചെയ്ത 2024 ജനുവരിയിലും ബോയിങ് 737 മാക്സ് ഗ്രൗണ്ട് ചെയ്തിരുന്നു. ബോയിങ് 737 നമ്മൾ പല ആൾക്കാരും യാത്ര ചെയ്തിട്ടുള്ള വിമാനമായിരിക്കും. കാരണം അത് വളരെ സാധാരണ ഗതിയിൽ പല വിമാന കമ്പനികളും ഉപയോഗത്തിലിരിക്കുന്ന ഒരു വിമാനമാണ്. ആ വിമാനം അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണെന്ന് FAA പറഞ്ഞിട്ടുണ്ട്. FAAയുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വിക്കിപീഡിയയിലുണ്ട്. ഇനിയും ഈ അടുത്ത ദിവസങ്ങളിൽ അതെടുത്ത് മാറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും അവർ പ്രഡിക്റ്റ് ചെയ്തിരുന്ന 30 വർഷത്തിനുള്ളിൽ ഈ ബോയിങ് 737 മാക്സ് ഉൾപ്പെടുന്ന 15 അപകടങ്ങളിലും എങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ഈ മാർച്ച് 2019-നും ഡിസംബർ 2020-നും ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ബോയിങ് 737 മാക്സ് പാസഞ്ചർ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്ന അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 346 അങ്ങനെ അപകടത്തിൽപ്പെട്ട വിമാനങ്ങൾ ലയൺ എയർ ഫ്ലൈറ്റ്, അത് 2018 ഒക്ടോബർ 29-ന് ലയൺ എയർ ഫ്ലൈറ്റ് 610 വിമാനം അപകടത്തിൽപ്പെട്ടു. ഇത്യോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 302 മാർച്ച് 2019 അപകടത്തിൽപ്പെട്ടു. ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഈ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനങ്ങളുടെ ഡിസൈനിൽ വരെ തകരാറുണ്ട് എന്നുള്ളത് പല രാജ്യങ്ങളിലെയും ഈ അപകടങ്ങൾക്ക് ശേഷമുള്ള അന്വേഷണ കമ്മീഷണറുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അതിൻ്റെ പിന്നെ ഈ ഒരു വസ്തുത ലോകത്തിലെ പല മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കുകയും അത് ബോയിങ് കമ്പനി വരെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ ആ കുഴപ്പങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു എന്നും അതിനുശേഷമാണ് ഈ
വിമാനങ്ങൾ ഉയരാൻ സമ്മതിച്ചതെന്നും ഒക്കെയുള്ള വാർത്തകളുണ്ട്. ഉം. അതിന്റെ ഒരു വസ്തുതകളിലേക്കൊന്നും പോകാനുള്ള അത്ര എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ ബോയിങ് വിമാന കമ്പനി ഈ അടുത്ത കാലത്തായിട്ട് അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരുടെ നിരവധി വിമാനങ്ങൾ അപകടങ്ങൾ രേഖപ്പെടുത്തുന്നു. നിരവധി തീർച്ചയായും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടു. ചോദിച്ചോളൂ. സാർ, ഇതിൽ ഇപ്പോൾ ഈ ബോയിങ് 787 ഡ്രീം ലൈനർ ഇതൊരു എയർ ഇന്ത്യ അവരുടെ പക്കലുള്ള ഏറ്റവും ആധുനികപരമായിട്ടുള്ള ഒരു എയർലൈൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്, ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ളത്. നേരത്തെ തന്നെ ഈ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള അവരുടെ സർവീസുകൾ മികച്ചതല്ല എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എയർ ഇന്ത്യക്കും ടാറ്റയ്ക്കൊക്കെ ഉള്ള തിരിച്ചടി കൂടിയാണോ? അല്ല, അത് രണ്ട് സംഭവങ്ങളാണ്. ഏവിയേഷൻ സേഫ്റ്റി എന്ന് പറയുന്നതും പിന്നെ വിമാനത്തിലെ സുഖസൗകര്യങ്ങളും രണ്ട് വിഷയമാണ്. പക്ഷെ എങ്കിലും ഇപ്പോൾ ഗൗതം എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാനൊരു വസ്തുത പറയാം. എയർ ഇന്ത്യ വളരെ മോശമായ സർവീസാണ് യാത്രക്കാർക്ക് കൊടുക്കുന്നത് എന്നുള്ള നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. അത് സംശയമില്ല കാര്യത്തിൽ. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു പരാതിക്കാരൻ എന്ന് പറയുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഈ ശിവരാജ് സിംഗ് ചൗഹാന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ടത്, ഞാനത് റീപോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് അദ്ദേഹം ഭോപ്പാലിൽ നിന്നാണെന്ന് തോന്നുന്നു, അതോ മറ്റേതോ രാജ്യത്തു നിന്ന് വരുമ്പോഴോ അദ്ദേഹം ഇരുന്ന സീറ്റ് നേരെ ഒടിഞ്ഞ് താഴോട്ടങ്ങും. എങ്ങനെയുണ്ട്? KSRTC ബസ് ഇതിനേക്കാൾ ഭേദമാണ്. അത്തരം നിരവധി മോശമായ പിന്നെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ അത്ര മോശമാണ് എയർ ഇന്ത്യ. അതുപോലെ നിരവധി പരാതികൾ എയർ ഇന്ത്യയുടെ സർവീസിനെ കുറിച്ച് രാജ്യമെമ്പാടുമുള്ള യാത്രക്കാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയമൊന്നുമില്ല. പക്ഷെ എനിക്കത് തോന്നിയിട്ടുള്ളത്, ഞാനതങ്ങ് തുറന്നു പറയുകയാണ്. കാരണം എയർ ഇന്ത്യയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ചന്ദ്രശേഖരൻ, അദ്ദേഹം ടാറ്റയുടെ മുഴുവൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ടാറ്റ സൺസ്. ആ ടാറ്റ സൺസിന്റെ ബോർഡ് മെമ്പറാണ് ഈ പറയുന്ന ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരനാണ് എയർ ഇന്ത്യയുടെ ചെയർമാൻ. അദ്ദേഹം TCSന്റെ ചെയർമാനായിട്ടിരുന്ന ചന്ദ്രശേഖരനെ എന്തിന് ഈ എയർ ഇന്ത്യയുടെ ചെയർമാൻ ആക്കി എന്നുള്ളത് അതിന്റെ സാങ്കത്യം ഇന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു നേതൃത്വത്തിൽ ഇരുന്ന വ്യക്തിയല്ല ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഇന്ത്യയുടെ ഒരു കാലത്ത് ഇന്ത്യയുടെ നാഷണൽ കാരിയർ ആയിരുന്ന എയർ ഇന്ത്യയുടെ തലപ്പത്ത് വരേണ്ടത് ഈ വ്യവസായത്തിൽ പരിചയസമ്പന്നനായ ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് താങ്കളെ പോലെ മറ്റാരെ പോലെ എൻ്റെ അഭിപ്രായം. ദൗർഭാഗ്യവശാൽ അതൊന്നുമല്ല നടന്നിരിക്കുന്നത്. എയർ ഇന്ത്യക്ക് ചില വിഷയങ്ങളിൽ കൈകഴുകാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ എയർ ഇന്ത്യയെ പിന്നെ എത്രത്തോളം എയർ ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അന്വേഷണ റിപ്പോർട്ടുകൾ വരട്ടെ. വേണ്ടത്ര ഈ പ്രൊസീജിയറുകളെല്ലാം പാലിച്ചിട്ടാണോ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ചെക്കിങ്, പിന്നെ വിമാനത്തിന്റെ എല്ലാ ഇൻസ്പെക്ഷൻസും കൃത്യമായിട്ട് നടത്തിയിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടോ, അതല്ല അങ്ങനെയെങ്കിൽ എയർപോർട്ട് അതോറിറ്റീസിന്റെ കുഴപ്പമുണ്ടോ, ഇൻസ്പെക്ഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പ്രശ്നമുണ്ടോ, അതൊക്കെ വേറൊരു വിഷയമാണ്. അതൊക്കെ വരട്ടെ. പക്ഷെ ഈ തരുണത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ബോയിങ് കമ്പനിയുടെ തന്നെ സുരക്ഷാ റെക്കോർഡിലുള്ള സംശയങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ കമ്പനിയെ കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള നിരവധി സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള ഈ പറയുന്ന സംശയങ്ങൾ ആഗോളതലത്തിൽ ഉന്നയിക്കപ്പെടുകയും നിരവധി ക്രാഷുകൾ ഉണ്ടായിട്ട് നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെടുകയും ചെയ്തിട്ടും അത് വീണ്ടും ആവർത്തിച്ചു. അവരുടെ ഏറ്റവും പുതിയ ഏറ്റവും ആധുനികമായിട്ടുള്ള വിമാനമാണ് 787 ഡ്രീം ലൈനർ. ആ ഡ്രീം ലൈനറിനും ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതിന്റെ വസ്തുത വെളിയിൽ വന്നേ പറ്റൂ. ഒരു വിഷയവും കൂടെ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ബോയിങ് കമ്പനിയുടെ ഈ സുരക്ഷാ വീഴ്ചകൾ ഇവിടെ എങ്ങും നിൽക്കുന്നില്ല. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, സുനിത വില്യംസ് ബഹിരാകാശം നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയത്. അവരെ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് എത്തിച്ചത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന ഈ ലോഞ്ച് വെഹിക്കിളാണ്, ആകാശയാനമാണ്, റോക്കറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് പറയാം. അതിനുശേഷം അത് തിരിച്ച് ഡോക്ക് ചെയ്യാൻ അതിന് പറ്റുന്നില്ല. തിരിച്ച് അത് ഭൂമിയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റാതായി. പിന്നീട് അവർ 8 ദിവസത്തേക്ക് പോയവരാണെന്ന് ആലോചിച്ച് നോക്കണം.
ഒരു 10-45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50 വയസ്സോളം അടുപ്പിച്ചുള്ള ഒരു സ്ത്രീയെ അവരെ 8 ദിവസത്തേക്ക് ബഹിരാകാശത്തിൽ പോയിട്ട് 8 മാസം കഴിഞ്ഞാണ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അത് പിന്നീട് ഇലോൺ മസ്കിന്റെ റോക്കറ്റ് എന്നിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ബോയിങ് കമ്പനി ഒന്നുകിൽ ജനസുരക്ഷയെ കരുതി അവരുടെ എല്ലാ ഓപ്പറേഷനുകളും ഓഡിറ്റ് നടത്തി അവരുടെ എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തി ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. അതല്ലെങ്കിൽ ഈ പണി നിർത്തി അവര് വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ട് മെർജ് ചെയ്ത്, അതിനൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന് പറയുന്ന പണ്ട് ഒരു വലിയ വിമാന കമ്പനി ഉണ്ടായിരുന്നു, ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുന്നത്. അവർ ഇപ്പൊ ലോക്ഹീഡ് മാർട്ടിനിൽ അവർ ലയിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും കമ്പനിയിൽ ലയിക്കട്ടെ. എന്തായാലും പിന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തും പണയപ്പെടുത്തിയിട്ട് അമേരിക്കക്കാരൻ നടത്തുന്ന ഈ അമ്മാനമാട്ടം കളികളോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിലെ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ ഒരു അന്വേഷണം ഇതിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റിനിടയിലാണ് ഈ സംഭവം, ഈ ഭയങ്കര ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന് മുന്നോടിയായിട്ട് തന്നെ മേഡേ കോള്, അത് സഹായിക്കണം എന്നുള്ള വിളി എന്താണ് 3 തവണ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പൊന്നും നൽകിയില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, അതൊന്നും എനിക്ക്, കാരണം ഈ 5 മിനിറ്റുള്ളിൽ വിമാനം അവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നത്, ഗ്രൗണ്ട് അതോറിറ്റീസിന് ചെയ്യാൻ പറ്റുന്നത്, ഇവര് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആ വിമാനം കൊണ്ട് ലാൻഡ് ചെയ്യിച്ചാൽ പെട്ടെന്ന് തന്നെ ഫയർ എഞ്ചിനുകളും മറ്റ് ആംബുലൻസും കൊണ്ടുപോകാന്നുള്ളത്. അല്ലാതെ മൂക്കുകുത്തി താഴോട്ട് വരുന്ന ഒരു വിമാനത്തെ പിടിച്ചു നിർത്താനൊന്നും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലൊന്നും ഒന്നും പറ്റത്തില്ല. അത് ഇനിയും പലരുടെ തലയ്ക്ക് വെച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, ബോയിങ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ 32 ബില്യൺ ചെലവാക്കിയാണ് ഈ വിമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 1300 വിമാനമെങ്കിലും വിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബ്രേക്ക് ഈവൻ ആവാൻ പറ്റുള്ളൂ. ഇതുവരെ അവർ ഡെലിവറി കൊടുത്തിരിക്കുന്ന 1100, 130, 1150 അടുപ്പിച്ചുള്ള വിമാനങ്ങൾക്കാണ്. അപ്പൊ ഇതുവരെ ബ്രേക്ക് ഈവൻ പോലും ആയിട്ടില്ല. അപ്പൊ ഇനി അവർ പലരുടെയും തലയിൽ ഈ ഇത് വെച്ച് കെട്ടും. അത് നമുക്ക് കാത്തിരിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് പത്രങ്ങളും ഒരുപാട് മാധ്യമങ്ങളും ഒക്കെ മറ്റ് പല ആൾക്കാരുടെയും തലയിലോട്ട് ഈ കുറ്റം വെച്ച് കെട്ടാനായിട്ട് വരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും രാജ്യത്തിന് കേൾക്കേണ്ടി വന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നത്തെ ഈ ഒരു ഫ്ലൈറ്റ് അപകടം. നിരവധിയായിട്ടുള്ള 130ഓളം ആളുകൾ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 242 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. എന്തായാലും ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി.